CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 500-ൽ 499 മാർക്കും നേടിയ ഒരു മിടുക്കി നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ CBSEയുടെ ഈ റിസൾട്ട് വന്നപ്പോൾ ടോപ്പർ മോളായിരിക്കും തോന്നുന്നു. ഋതികയാണ്. ഋതിക, അപ്പോൾ ഏത് വിഷയത്തിനാണ് ഈ ഒരു മാർക്ക് കുറഞ്ഞത്? ഇംഗ്ലീഷിനാണ് ഒരു മാർക്ക് കുറഞ്ഞത്. അഡീഷണൽ സബ്ജക്റ്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? അതെ, ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഫുൾ മാർക്കുണ്ട്. ഇംഗ്ലീഷിന് 99 ഔട്ട് ഓഫ് 100. ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്കുണ്ട്. ഇംഗ്ലീഷിന് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ ഇംഗ്ലീഷിന് മാക്സിമം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് മാക്സിമം എഴുതിയിട്ടുണ്ട്. പിന്നെ ലിറ്ററേച്ചർ സബ്ജക്ട്സ് ആണല്ലോ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പിഴയായിരിക്കാം. പക്ഷെ അങ്ങനെ ഫുൾ ഇംഗ്ലീഷിന് അങ്ങനെ അധികം കൊടുക്കാറില്ല. പിന്നെ അത്ര പെർഫെക്റ്റ് ആൻസർ ഷീറ്റ് ആണെങ്കിലേ കൊടുക്കാറുള്ളൂ. ഈ ഒരു മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും കിട്ടുമെന്ന്? കാരണം 499 എന്ന് പറയുന്നത് നിസ്സാര ഒരു മാർക്കല്ല. എനിക്ക് എക്സാംസ് വളരെ ഈസി ആയിരുന്നു, പക്ഷേ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 6 സബ്ജക്റ്റിന് ഫുൾ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഒരിക്കലും അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂൾ, ഇവിടെ കവടിയാർ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. 1ാം ക്ലാസ് മുതൽ? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഏത് സബ്ജക്റ്റ് എടുക്കാനാണ്? ഞാൻ ബയോമാക്സ് സ്ട്രീമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സർവോദയ സെൻട്രൽ വിദ്യാലയ നാലാഞ്ചിറ, അവിടെയാണ് ഞാൻ ഇനി എൻ്റെ 11th 12th കണ്ടിന്യൂ ഉദ്ദേശിക്കുന്നത്. പിന്നെ നീറ്റ് എഴുതി MBBSലേക്ക് ഡോക്ടർ ആവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാരും? സ്കൂളിൽ മാത്രമല്ല വീട്ടിലായിരുന്നാലും സപ്പോർട്ട് കൂടുതൽ ആരുടെ ഭാഗത്തു നിന്നാണ്? ഞാൻ തനിയാണ് പഠിക്കാറ്, പക്ഷേ എൻ്റെ വീട്ടിലെ എല്ലാവരും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും പാരൻസാണ്. ഒരിക്കലും എന്നെ അങ്ങനെ പഠനത്തിൻ്റെ കാര്യത്തിൽ വഴക്കൊന്നും പറയാറില്ല, അടിക്കാറേ ഇല്ല, വഴക്ക് പറയാറേ ഇല്ല. ഒരു എക്സാമിന് മുമ്പ് അഫ്കോഴ്സ് അവരെന്നെ പുഷ് ചെയ്യാറുണ്ട്, നല്ലതുപോലെ പഠിക്കണം എന്ന് പറയാം. അല്ലാതെ ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളല്ല. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഇത് ചെയ്തത്. പക്ഷേ എക്സാം കഴിഞ്ഞ് അയ്യോ മാർക്ക് കുറഞ്ഞല്ലോ എന്ന് അവർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല തിരുവനന്തപുരത്തു നിന്നുള്ള ഈ കൊച്ചു മിടുക്കി നേടിയെടുത്തിരിക്കുന്നത്. ഋതികയുടെ ഫ്യൂച്ചറിന് മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. സുധീഷ് തിരുവല്ലോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.